ഹായ്. സ്റ്റഡി അബ്രോഡ്. ഇപ്പൊ എല്ലാവരും സ്റ്റഡി അബ്രോഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നല്ലൊരു വിഭാഗം സ്റ്റുഡൻസും സ്റ്റഡി അബ്രോഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ പലരും ആലോചിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റഡി അബ്രോഡിന് പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല. സ്റ്റഡി അബ്രോഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു കൃത്യമായ പ്ലാനിങ് വേണ്ട ഒന്നാണ് സ്റ്റഡി അബ്രോഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പണം ഇതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിദേശ രാജ്യത്ത് പോയി പഠിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ യൗവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 വർഷം ആയിരിക്കും നമ്മൾ അവിടെ ചെലവഴിക്കുന്നത്. എല്ലാം കൊണ്ടും നമ്മളുടെ കരിയറിനെ തീരുമാനിക്കുന്ന സ്റ്റഡി അബ്രോഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തത് ഇൻട്രസ്റ്റ്. സ്റ്റുഡൻറ്റിന്റെ ഇൻട്രസ്റ്റ്, അതിനനുസരിച്ച് മാത്രമേ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് ഈ കോഴ്സ് പഠനം ഒരു വലിയ ഭാരമായിട്ട് മാറും. പഠനം മാത്രമല്ല, സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് ശേഷം അയാൾ എത്തിച്ചേരുന്ന കരിയറും ആ പഠിച്ച കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കരിയറിലായിരിക്കും അയാൾ എത്തിച്ചേരാൻ പോകുക. അപ്പോൾ ജീവിതകാലം മുഴുവൻ അയാൾക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരു ഏരിയയിൽ അയാൾ ജോലി ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് സ്റ്റുഡൻസിന് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ, നമ്മുടെ ജീവിതത്തിലും നമുക്കത് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ, കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നമ്മളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി ആ ഏരിയയിലുള്ള കോഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമതായി കരിയർ ഗോൾസ്. നമ്മൾ സ്റ്റഡി അബ്രോഡ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തായി തീരണം എന്ന് ഒരു സ്റ്റുഡൻറ് ആദ്യമേ ആലോചിച്ച് ഉറപ്പിക്കുന്നത് നന്നായിരിക്കും. ഇത്രയും വലിയ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കരിയർ, നമ്മൾ ഭാവിയിൽ എന്തായി തീരണം, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണയോടുകൂടി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കോഴ്സ് സെലക്ഷന് അത് നമുക്ക് കൃത്യമായി ഉപകരിക്കും. ഏത് രീതിയിലുള്ള കോഴ്സ് എടുക്കണം, ഏത് കൺട്രി സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ കരിയർ എന്തായിരിക്കണം, നമ്മളെ കരിയർ എന്തായിരിക്കണം, അത് നമ്മൾ ഇന്ത്യയിലാണോ കാണുന്നത് അതോ മറ്റേതെങ്കിലും രാജ്യത്തേക്കാണോ നമ്മളെ കരിയർ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു ധാരണയോടുകൂടി വേണം നമ്മൾ സ്റ്റഡി അബ്രോഡിനെ സമീപിക്കാൻ. മൂന്നാമതായി പറയുമ്പോൾ കോഴ്സ് കണ്ടന്റ്. ഇപ്പോൾ കോഴ്സ്, ഇപ്പോൾ ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു MBA അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം സ്വാഭാവികമായിട്ടും അവർ സെലക്ട് ചെയ്യുക അങ്ങനത്തെ പ്രോഗ്രാമുകളായിരിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കൊടുക്കുന്ന ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം അതേ കോപ്പി ആയിരിക്കില്ല മറ്റൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കൊടുക്കുന്ന പ്രോഗ്രാം. അത് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. കാരണം വെച്ചാൽ അതിനകത്തുള്ള കണ്ടന്റ്, സിലബസ് വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള, നമ്മളെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് ആണോ, ആ കോഴ്സിന്റെ കണ്ടന്റുകൾ അതിനകത്തുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള രീതിയിലുള്ള സിലബസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കി, റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ആ കോഴ്സ് സെലക്ട് ചെയ്യാം. എന്താ വെച്ചാൽ, ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് തന്നെ പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള ബിസിനസ് മാനേജ് പ്രോഗ്രാംസ് ഉണ്ടാവും. നോർമൽ ബിസിനസ് മാനേജ് പ്രോഗ്രാംസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് അടക്കം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടക്കം ചേർന്നുകൊണ്ടുള്ള ബിസിനസ് മാനേജ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഉള്ള പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത് നമുക്ക് നമ്മളെ കരിയറിന് ഒരുപാട് ഗുണം ചെയ്യും. അടുത്തത് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ എന്തെങ്കിലും പോയി പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്താണോ, ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എന്താണ്, വേൾഡ് റാങ്കിങ് എന്താണ്, ആ രാജ്യത്തെ റാങ്കിങ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ റാങ്കിങ് എന്താണ്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിൽ അവിടെയുള്ള ഫാക്കൽറ്റി ആരൊക്കെയാണ്, അവിടെ എത്രത്തോളം സബ്ജക്റ്റിൽ ആ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ആ യൂണിവേഴ്സിറ്റിക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് കൺട്രി. ഏത് കൺട്രിയിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്? കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ സബ്ജക്റ്റാണ്. നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ മാത്രം ഒതുങ്ങുന്നതല്ല. അതൊരു ഒരുപാട് കാര്യങ്ങൾ ഒരു കൺട്രി സെലക്ഷനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ ബഡ്ജറ്റ് ആയിക്കോട്ടെ, നമ്മളുടെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ, അങ്ങനെയുള്ള
കൺട്രികൾ, നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കരിയറിന് നമുക്ക് വേണ്ട സബ്ജക്റ്റുകൾ, നമ്മളുടെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിനൊക്കെ പഠിക്കുന്ന അങ്ങനെ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാവുന്ന ഉള്ള കൺട്രികൾ നോക്കി സെലക്ട് ചെയ്യാം. മറ്റൊന്ന് ആ കൺട്രിയിലെ PR ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ്. പഠിച്ചതിന് ശേഷം നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് നേടാൻ വേണ്ടി ആ രാജ്യത്ത് വർക്ക് എക്സ്പീരിയൻസ് നേടാൻ നമുക്ക് സാധ്യതകളുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര വർഷം ആണ് അതിന് നമുക്ക് സ്റ്റേ ബാക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് പെർമനന്റ് റെസിഡൻസി എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അടുത്തത് കോസ്റ്റ്. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ എത്ര ചെലവ് വരും, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, നമ്മുടെ പാരൻസിന് എത്ര വരെ ബഡ്ജറ്റ് അഫോർഡബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ് സ്വയമാണെങ്കിൽ എത്ര നമുക്ക് ചെലവഴിക്കാൻ കഴിയും എന്നുള്ള ബഡ്ജറ്റ് നമ്മൾ കൃത്യമായി തയ്യാറാക്കണം. ഈ ബഡ്ജറ്റിനനുസരിച്ച് വേണം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പല യൂണിവേഴ്സിറ്റി, ഒരു രാജ്യത്ത് തന്നെ ആയിക്കോട്ടെ, ഒരു യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവാം, രാജ്യങ്ങളനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് കോസ്റ്റ് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ പ്രോഗ്രാമിൻ്റെയും കോസ്റ്റ് എത്രയാണ്, യൂണിവേഴ്സിറ്റിയിൽ എത്രയാണ്, കൺട്രിയിൽ എത്രയാണ് കോസ്റ്റ് എന്നത് നമുക്ക് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ. അടുത്തത് പാർട്ട് ടൈം വർക്ക് ഓപ്ഷൻസ് ആണ്. പാർട്ട് ടൈം വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശത്ത് രാജ്യത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെ 20 മണിക്കൂർ ആവറേജ്, ഓരോ രാജ്യവും 20 അതിൽ കൂടുതൽ തരുന്ന രാജ്യങ്ങളുണ്ട്. ആവറേജ് ഏതൊരു രാജ്യവും ഒരു ആഴ്ചയിൽ 20 മണിക്കൂർ സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അവസരം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് അവൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഈ പാർട്ട് ടൈം ജോലി കൊണ്ട് ഒക്കെ സാധിക്കും. അതുപോലെ മാത്രമല്ല ആ ഒരു രാജ്യത്തുള്ള വർക്ക് എക്സ്പീരിയൻസ് നേടാനും അത് സ്റ്റുഡൻറ്റിന് ഉപകരിക്കും. അപ്പം പാർട്ട് ടൈം ജോലിക്ക് സാധ്യതയുണ്ടോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോളേജിനടുത്ത്, യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് നമുക്ക് പാർട്ട് ടൈം ജോലിക്ക് സാധ്യതകളുണ്ടോ എന്നുള്ളത് കൃത്യമായി നമ്മൾ അന്വേഷിക്കണം. കാരണം വെച്ചാൽ ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റികളോ കോളേജോ ഒക്കെ കുറച്ച് റിമോട്ട് ഏരിയയിലേക്കൊക്കെ മാറി നിൽക്കും. നമുക്ക് പാർട്ട് ടൈം ഓപ്ഷൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൃത്യമായി നമുക്ക് പാർട്ട് ടൈം ഓപ്ഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന കോളേജ്, യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കിയും കണ്ടും നമ്മൾ സെലക്ട് ചെയ്യാം. അടുത്തത് വിസ കണ്ടീഷൻസ്. വിസ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കോഴ്സ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി വിചാരിക്കുക. നമ്മൾ കോഴ്സ് സെലക്ഷൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ പോസ്റ്റിൻ്റെ കാര്യത്തിൽ, യൂണിവേഴ്സിറ്റി, കോളേജ് ഒക്കെ സെലക്ട് ചെയ്തു, നമ്മൾ അഡ്മിഷൻ എടുത്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വിസയ്ക്ക് എലിജിബിലിറ്റി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത എല്ലാ എഫേർട്ട് ഒരു കാര്യമില്ലാതായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നോക്കണം, നമ്മളൊരു രാജ്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വിസ കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അതിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായി ലാംഗ്വേജ് ആൻഡ് അതർ എലിജിബിലിറ്റി ടെസ്റ്റ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റ്. എന്തായാലും അവർ ചോദിക്കും. നമ്മളുടെ അത് IELTS ആവാം, അല്ലെങ്കിൽ PT ആവാം. അങ്ങനെ ഏത് രാജ്യത്താണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് അവിടെ ലാംഗ്വേജ് ചോദിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കാം, ചിലപ്പോൾ ജർമ്മനിലാണെങ്കിൽ ജർമ്മൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് ആയിരിക്കാം, ഏതോ ആയിക്കോട്ടെ. ആ ലാംഗ്വേജ് റിക്വയർമെന്റ് എന്താണ് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ ലാംഗ്വേജ് റിക്വയർമെന്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമിനനുസരിച്ച് ലാംഗ്വേജ് റിക്വയർമെന്റ് മാറാം. ഇപ്പോൾ ചില കോഴ്സുകൾക്ക് നമുക്ക് IELTS എല്ലാത്തിനും 6 മതിയാവും, ചിലപ്പോൾ അത് മതിയാവില്ല. ചില പ്രോഗ്രാമുകൾക്ക്, ഉദാഹരണത്തിന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാമുകൾക്കൊക്കെ നമുക്ക് 7 അതിൽ എബോവ് ഒക്കെ വേണ്ട പ്രോഗ്രാമുകളുണ്ട്. റിസർച്ച് പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ ഹയർ ലാംഗ്വേജ് റിക്വയർമെന്റ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. അത് കൂടാതെ തന്നെ ചില എക്സ്ട്രാ ടെസ്റ്റുകൾ, എൻട്രൻസ് ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലേക്കൊക്കെ ആണെങ്കിൽ TEST പോലത്തെ ടെസ്റ്റുകൾ, അല്ലെങ്കിൽ GMAT, GRE പോലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് പാസ്സാവേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാവും. ഈ ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ കൃത്യമായി ധാരണ ഉണ്ടാവണം. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കൃത്യമായി മുൻകൂട്ടി നോക്കി അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവസാനമായി പറയുമ്പോൾ, 10ാമതായി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത് കരിയർ ഓപ്ഷൻസ് ഇൻ ഇന്ത്യ. എന്തിനാണ് സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് പറയുമ്പോൾ കരിയർ ഓപ്ഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. കരിയർ ഓപ്ഷൻസ് ഇൻ ഇന്ത്യ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും കാലത്ത് നമ്മളെ സ്വന്തം നാടാണ്, മാതൃദേശമാണ് ഇന്ത്യ. നമ്മൾ എവിടെയൊക്കെ പോയി ജോലി ചെയ്താലും നമുക്ക് അവസാനം തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരുണ്ട് ഇവിടെ.
നമ്മൾ PR കിട്ടിക്കഴിഞ്ഞാൽ പോലും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കും. അപ്പം അങ്ങനെ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ പഠനത്തിന് ശേഷം നമ്മളുടെ ഫാമിലി സിറ്റുവേഷൻ കാരണം നമുക്ക് തിരിച്ചു വരേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഫ്യൂച്ചറിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ജോലിക്ക് ഇവിടെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ കോഴ്സ് നമുക്ക് ഉപകരിക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഈ കോഴ്സ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കരിയർ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ല എങ്കിൽ നമുക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു കോഴ്സായിട്ട് നമ്മൾ പഠിച്ച് തിരിച്ച് ഇന്ത്യയിൽ വരേണ്ട ഒരവസ്ഥ വരും. ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ ഇത്രയും പൈസ മുടക്കി പഠിച്ച ഒരു കോഴ്സിന് യാതൊരു വിലയുമില്ല എന്നുള്ളൊരവസ്ഥ വരും. ആ ഒരു കാര്യം കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു തീരുമാനം, സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കാൻ. അല്ലാതെ ചാടിക്കേറി എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് എങ്ങനെയെങ്കിലും പഠിക്കാൻ പോയാൽ മതി എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ സ്റ്റഡി അബ്രോഡിനെ ചൂസ് ചെയ്യരുത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അയൽക്കാർ അടുത്തുള്ള പഠിക്കുന്ന കോഴ്സ്, അല്ലെങ്കിൽ സുഹൃത്ത് പഠിക്കുന്ന കോളേജ്, അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ പഠിക്കുന്ന കോളേജ് കോഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് തെറ്റായ രീതികൾ ഞാൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.